ഹലോ ഗൈസ്, അപ്പോൾ 1v1 വിത്ത് സബ്സ്ക്രൈബർ പാർട്ട് 14 നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ പോയിൻറ്റ് 67 എന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആര് ജയിക്കും എന്ന് ഏതായാലും നോക്കാം. അപ്പോൾ ഈ റൗണ്ട് ഞാൻ വിക്ടറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ടും കൂടെ ഉണ്ടാവും, അതുപോലെ തന്നെ ടൈ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആവശ്യമുള്ള ഗണ്ണും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യണമായിരുന്നു, കാരണം നമ്മൾ കഴിഞ്ഞ റൗണ്ട് ഡിഫീറ്റ് അടിച്ചു. അപ്പോൾ ഇതേ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഗ്ലൂ ആളൊക്കെ ഇട്ട് നമ്മൾ റഷ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ എനിമിയും ഒട്ടും തന്നെ മോശമല്ലാതെ റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും നെറ്റ് ചതിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എനിമി ഇങ്ങോട്ടേക്ക് പിന്നെ റഷ് ചെയ്ത് വരുമെന്നൊക്കെ ഓർത്താണ് ഞാൻ നിന്നത്, പക്ഷെ വന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അവസാനം റഷ് ചെയ്തു. അപ്പോൾ എൻ്റെ ഡൗട്ട് എനിമി അവിടെ തന്നെ ഉണ്ടോ അതോ ബാക്ക് വലിഞ്ഞു പോയോ എന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഏതായാലും റഷ് ചെയ്യാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിമി അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ കുറച്ച് ബോട്ട് വാക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നെറ്റ് പോയ പോലൊക്കെ ഒരു കുറച്ച് സെക്കൻഡ്സിലേക്കൊക്കെ. പക്ഷേ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡാമേജ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിമി അവിടെ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ റഷ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ സൈഡ് വഴിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡാമേജൊക്കെ ഞാൻ കൊടുത്തു. എനിക്ക് ഡാമേജ് തരാൻ നോക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ ഗ്ലൂ ആളൊക്കെ ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് നോക്കുമായിരുന്നു, കാരണം അത്യാവശ്യം ഡാമേജ് കൊടുത്തു എന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഡാമേജ് കൊടുക്കാൻ നോക്കിയപ്പോഴത്തേനും അപ്പുറത്തെ സൈഡ് ഓപ്പൺ ആക്കി. അപ്പോൾ ഞാൻ അവിടെ എനിമി ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്, പക്ഷേ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഇങ്ങനെ കയറിപ്പോയതാണ്. അപ്പോൾ എനിക്ക് ഡാമേജ് കിട്ടിയപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഗ്ലൂ ആൾ അങ്ങ് പൊട്ടിപ്പോയി ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ഇടാനുള്ള ഒരു ടൈമും കിട്ടിയില്ല.